പുതിയ തീവണ്ടി മുറി വരുന്നു. ഇന്ന് രാത്രിയില് ഒരു പുത്തൻ തീവണ്ടി മുറി വരണു. ഊണിന്റെ ഇടവേളയിൽ മിയോച്ചാനാണ് ഈ വിവരം ഏവരെയും അറിയിച്ചത്. മിയോച്ചാൻ മാസ്റ്ററുടെ മൂന്നാമത്തെ മകളാണ്. ടോട്ടോച്ചാന്റെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ 6 തീവണ്ടി മുറികളാണുള്ളത്. ഒരെണ്ണം കൂടി വരുന്നു. പുതിയത് ലൈബ്രറിയിലേക്ക് വേണ്ടിയാ. മിയോച്ചാൻ താൻ അറിഞ്ഞ വിവരം പ്രഖ്യാപിച്ചു. കുട്ടികൾക്ക് അതിയായ ജിജ്ഞാസ തോന്നി. സ്കൂളിന്റെ ഉള്ളിലേക്ക് അതെങ്ങനെയാവോ കൊണ്ടുവരിക? ഒരു കുട്ടി തന്റെ സംശയം പ്രകടിപ്പിച്ചു. നിമിഷ നേരത്തേക്ക് ക്ലാസ് നിശബ്ദമായി. കുട്ടികൾക്ക് അതൊരു കീറാമുട്ടിയായിരുന്നു. ഒടുവിൽ ആരോ ഒരു വഴി കണ്ടുപിടിച്ചു. ഒയ്മാച്ചി ലൈനിലെ പാളത്തിലൂടെ ഓടിച്ചു വന്നിട്ട് ലെവൽ ക്രോസിൽ വെച്ച് ഇങ്ങോട്ട് തിരിയുമായിരിക്കും. എന്നിട്ട് റെയിലിൽ നിന്ന് ഇളക്കി മാറ്റുമായിരിക്കും. ആരോ കൂട്ടിച്ചേർത്തു. ചിലപ്പോ വെറുമൊരു ഉന്തുവണ്ടിയിലായിരിക്കും കൊണ്ടുവരിക, മറ്റൊരു കുട്ടി പറഞ്ഞു. അതിനോട് പലരും യോജിച്ചില്ല. വലിയ തീവണ്ടി മുറി കൊണ്ടുവരാനുള്ള ഉന്തുവണ്ടിയൊന്നും ഉണ്ടാവില്ല. പിന്നെങ്ങനെയാ? കണ്ടെത്തലുകൾ ഏതാണ്ട് അവസാനിച്ചു. ഏതിനും ഒരു കാര്യം അവർ തീർച്ചയാക്കി. തീവണ്ടി ഉന്തുവണ്ടിയിലെന്നല്ല, കൂറ്റൻ ട്രക്കിൽ പോലും കൊള്ളില്ല. ടോട്ടോച്ചാൻ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. പാളം വരും. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു. അതെ, ഇങ്ങ് സ്കൂളിന്റെ ഉള്ളിലോളം പാളങ്ങട വരുവായിരിക്കും. എവിടുന്നായിട്ട് തുടങ്ങുക? ആരോ ചോദിച്ചു. അതിപ്പോ എവിടുന്നാ? തീവണ്ടി ഇപ്പൊ എവിടെയാ കിടക്കണ? അവിടം തൊട്ട്. ടോട്ടോച്ചാന്റെ മറുപടി പെട്ടെന്നായിരുന്നു. എങ്കിലും പറഞ്ഞിലെന്തോ പിശകുണ്ടെന്ന് അവൾക്ക് തോന്നി. തീവണ്ടി എവിടെ നിന്നാണ് വരുന്നതെന്ന് അവൾക്ക് തിട്ടമുണ്ടായിരുന്നില്ല. മാത്രമല്ല, സ്കൂളിലേക്ക് നേരിട്ട് പാളങ്ങൾ ഇടണമെങ്കിൽ വീടുകളും മറ്റും ഇടിച്ചു മാറ്റേണ്ടി വന്നേക്കും. അത് സാധ്യമല്ലല്ലോ. ഏതായാലും തീവണ്ടി വരട്ടെ. ഇന്ന് വീട്ടിലേക്ക് മടങ്ങേണ്ട. തീവണ്ടി മുറിയുടെ വരവ് കാണുക തന്നെ. വിവിധ സാധ്യതകളെക്കുറിച്ചുള്ള കഴമ്പില്ലാത്ത ചർച്ചയുടെ ഒടുവിൽ അവർ തീരുമാനിച്ചു. അതിന് രാത്രി വരെ സ്കൂളിൽ തങ്ങാൻ മാസ്റ്റർ അനുവാദം നൽകണം. മിയോച്ചാൻ അവരുടെ പ്രതിനിധിയായി അച്ഛന്റെ അടുക്കലേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ അവൾ മടങ്ങി വന്നു. പുതിയ മുറി പാതിരാത്രിക്ക് വരുള്ളത്രേ. മറ്റു തീവണ്ടികളൊക്കെ ഓട്ടം നിർത്തി കഴിഞ്ഞു, അവൾ അറിയിച്ചു. വരണത് കാണണമെങ്കിലേ എല്ലാരും വീട്ടിൽ ചെന്ന് അനുവാദം വാങ്ങണമെന്നും പറഞ്ഞു. എന്നിട്ട് അത്താഴം കഴിച്ച് പൈജാമയും കമ്പിളിയും ഒക്കെ വേണമെങ്കിലും അതും എടുത്തിങ്ങ് പോരാ. ഉവ്വോ, മുൻപൊന്നും അവർ ഇത്രയേറെ അതിശയിച്ചു കാണില്ല. മാസ്റ്റർ പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞോ? കമ്പിളിയും? ഉച്ച കഴിഞ്ഞ് ആർക്കും തന്നെ പാഠങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പള്ളിക്കൂടം വിട്ടയുടൻ ടോട്ടോച്ചാന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പാഞ്ഞു. പൈജാമ അണിഞ്ഞ് കമ്പിളി പുതച്ച് പാതിരാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. പുത്തൻ തീവണ്ടി വരണു. അതെങ്ങനെയാ അവിടെ എത്തിക്കാൻ പോണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. പിന്നെ പൈജാമയും കമ്പിളിയും. എനിക്ക് പോവാല്ലോ. വീട്ടിലെത്തിയ പാടെ അവൾ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അവൾ പറഞ്ഞതെന്തെന്ന് പിടികിട്ടിയില്ല. ഇത്രയും കേട്ടാൽ അവർക്കെന്താണ് ഊഹിക്കാൻ കഴിയുക? എങ്കിലും ടോട്ടോച്ചാന്റെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോൾ വിശേഷപ്പെട്ട ഒന്നോ ഒന്നിന്റെ സൂചന അവർക്ക് ലഭിച്ചു. ചോദ്യങ്ങൾ കൊണ്ട് ചിക്കി ചികഞ്ഞാണ് ഒടുക്കം അമ്മ അത് കണ്ടുപിടിച്ചത്. പുതിയ റെയിൽവേ കോച്ചിന്റെ വരവ്. കൊച്ചു ടോട്ടോ അത് കാണേണ്ടത് തന്നെയാണ് അവർ വിചാരിച്ചു. ഇത്തരം അവസരം അവൾക്ക് മുൻപേ ഉണ്ടായിട്ടില്ലല്ലോ. റെയിൽവേ കോച്ച് കൊണ്ടുവരുന്നത് കാണാൻ വാസ്തവത്തിൽ അവർക്ക് പോലും ഉണ്ടായിരുന്നു ആഗ്രഹം. അത്താഴം കഴിഞ്ഞ് പൈജാമയും കമ്പിളിയും എടുത്ത് അമ്മയും ടോട്ടോച്ചാനും സ്കൂളിലെത്തി. 10ഓളം പേർ നേരത്തെ വന്നെത്തിയിട്ടുണ്ട്. ചിലർ മുതിർന്ന ക്ലാസ്സിലുള്ളവരാണ്. അവരും വിവരം നേരത്തെ അറിഞ്ഞിരുന്നു. പിന്നെ 2-3 പേരുടെ അമ്മമാരുമുണ്ട്. അന്ന് രാത്രി അവിടെ തങ്ങാൻ അവർക്കൊക്കെയും താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ മാസ്റ്റർ അമ്മമാരെയെല്ലാം തിരിച്ചയച്ചു. കുട്ടികളും മാസ്റ്ററും അസംബ്ലി ഹാളിലെത്തി. വരുമ്പോ വിളിച്ചുണർത്താം. എന്താ? മാസ്റ്റർ കൊടുത്ത ഉറപ്പിന്മേൽ എല്ലാവരും തങ്ങളുടെ കമ്പിളിക്കുള്ളിൽ ഒതുങ്ങി ഹാളിൽ നിരന്നു കിടന്നു. തീവണ്ടി മുറി എങ്ങനെയാ വരിക? ആ വിസ്മയമായി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പക്ഷെ ഏറെ നേരത്തെ ഉത്കണ്ഠാകുലമായ ചിന്തകൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷം കുട്ടികൾ നന്നേ തളർന്നിരുന്നു. ആലസ്യം അവരുടെ കൊച്ചു കണ്ണുകളെ കീഴടക്കി. ഉറപ്പായും വിളിക്കൂല്ലോ എന്ന് പറയാനാവും മുന്നേ മിക്ക പേരും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എത്തി എത്തി, തീവണ്ടി എത്തി. പ്രളയം വരുന്നത് പോലുള്ള ശബ്ദ കോലാഹലം കേട്ട് ഞെട്ടിയുണർന്നുടനെ ടോട്ടോച്ചാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്ക് കുതിച്ചു. സ്കൂൾ മൈതാനവും കടന്ന് ഗേറ്റിന് പുറത്തെത്തി. പ്രഭാതത്തിലെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ഒരു രാജകീയമായ വരവ് കുറേശ്ശെ കാണാം.
ഭീമാകാരനായ തീവണ്ടിമുറി. ആ കാഴ്ച ഒരു കിനാവ് പോലിരുന്നു. ചൂളം വിളികളോ താളത്തിലുള്ള മുഴക്കങ്ങളോ ഇല്ലാതെ, പാളങ്ങളില്ലാതെ വിജനമായ തെരുവിലൂടെ ഒരു തീവണ്ടി വരുന്നു. അവനെ ഒരു കൂറ്റൻ ട്രെയിലറിലേറ്റിയിരിക്കുകയാണ്. ഓയ്മാച്ചി റെയിൽവേ ഡിപ്പോയിൽ നിന്നുള്ള ഒരു ട്രാക്ടർ ട്രെയിലറിനെ വലിച്ചുകൊണ്ടുവരുന്നു. ശരിക്കും ഒരു സ്വപ്നം തന്നെ. അതിലുപരി അവരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവും. ഉന്തുവണ്ടിയേക്കാൾ വളരെയേറെ വലുപ്പമുള്ളൊരു ട്രെയിലർ. അതിനെ വലിച്ചുകൊണ്ടുവരുന്നതോ ട്രാക്ടർ എന്ന് വിളിക്കുന്ന ചെറിയൊരു വാഹനം. ആ രീതി അവർക്ക് നന്നേ പിടിച്ചു. ട്രെയിലറിന് മുകളിലേറി പുലർച്ചയുടെ വിജനതയിലൂടെ പുതിയ തീവണ്ടി മുറി മെല്ലെ നീങ്ങുകയായിരുന്നു. ആ കോച്ച് താഴെ ഇറക്കാൻ പണിക്കാരെത്തി. സ്കൂൾ മുറ്റത്ത് വല്ലാത്ത തിക്കും തിരക്കും. അക്കാലത്ത് പടുകൂറ്റൻ ക്രെയിനുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രെയിലറിൽ നിന്ന് കോച്ച് താഴെ ഇറക്കി മൈതാനത്തിൽ യഥാസ്ഥാനത്തായി സ്ഥാപിക്കുക എന്നത് ശ്രമകരമായിരുന്നു. പണിക്കാർ മുഴുത്ത തടിയുരുളകൾ റെയിൽവേ കോച്ചിനടിയിലായി നിരത്തി. അതിലൂടെ മെല്ലെ ഉരുണ്ട് കോച്ച് സ്കൂൾ പറമ്പിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ശ്രദ്ധിച്ചോളൂട്ടോ, മാസ്റ്റർ പറഞ്ഞു. ആ കാണുന്ന തടിയുരുളകളാണ് റോളറുകൾ. ഉരുട്ടി നീക്കാനുള്ള അവയുടെ കഴിവ് കൊണ്ടാണ് വണ്ടി നീങ്ങുന്നത്. കുട്ടികൾ ഏകാഗ്രരായി നിന്ന് ശ്രദ്ധിച്ചു. ഓഹോയ് ഓഹോയ്, പണിക്കാർ പാടിക്കൊണ്ടിരുന്നു. കിഴക്ക് ചക്രവാളത്തിന്റെ ചുവപ്പിൽ മുറുകുന്ന പാട്ടിനൊത്തൊന്നോണം സൂര്യന്റെ വരവായി. മറ്റ് 6 മുറികളെയും പോലെ ഒരു കാലത്ത് ഒരുപാട് യാത്രക്കാരെയും കൊണ്ട് പാഞ്ഞു നടന്നിരുന്ന ഈ തീവണ്ടി മുറിയുടെയും ചക്രങ്ങൾ ഇളക്കി മാറ്റിയിരുന്നു. അതിന്റെ സഞ്ചാര ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. അതിനുള്ളിൽ ഇനി കുട്ടികളുടെ പൊട്ടിച്ചിരികളും കലപിലകളും മാത്രം. തങ്ങളുടെ പൈജാമകളിൽ പുലരിവെട്ടം വീണു തിളങ്ങവേ ടോമോയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മതിമറന്നാഹ്ലാദിച്ചു. ആനന്ദാതിരേകത്താൽ അവർ തുള്ളിച്ചാടി. മാസ്റ്ററുടെ കഴുത്തിൽ പൂണ്ടടക്കം പിടിച്ചു. ആ കൈകളിൽ തൂങ്ങി ഊയലാടി. സംഘം ചേർന്നുള്ള ഈ ആക്രമണത്തിൽ വിമ്മിട്ടപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും മാസ്റ്റർ നിറഞ്ഞു ചിരിച്ചു. അതുകണ്ട് കൊച്ചു ടോട്ടോയും കൂട്ടുകാരും ഒന്നിച്ചു ചിരിച്ചു. ആഹ്ലാദാതിരേകത്തിന്റെ ആ ദിനം അവരിലാരും ഒരിക്കലും മറന്നില്ല.